തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണം കാണാതായ സംഭവത്തിൽ ഉപകരണങ്ങൾ തിരിച്ചറിയാതെ പോയതിൽ ആരെയും കുറ്റം പറയുന്നില്ലെന്നും പ്രശ്നങ്ങൾ വലിച്ചു നീട്ടാൻ താൽപര്യമില്ലെന്നും ഡോക്ടർ ഹാരിസ്. അന്വേഷണ സമിതിയിൽ തനിക്ക് അവിശ്വാസമില്ല, ഓഫീസ് മുറിയിൽ ഒരു രഹസ്യവുമില്ല, ആർക്കു വേണമെങ്കിലും കയറാമെന്നും ഹാരിസ് പറഞ്ഞു. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, വിവാദങ്ങൾക്കൊക്കെ സമവായമാവുകയാണ്. ഇനി ഡോക്ടർ ഹാരിസിനെതിരെ ഒരു വകുപ്പ് തല നടപടി ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. വകുപ്പ് തല അന്വേഷണമൊക്കെ അവസാനിപ്പിച്ചിരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും നമുക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയും. കാര്യങ്ങൾ ഒരു സമവായത്തിലേക്ക് നീങ്ങുന്നു എന്നതിനൊരു വ്യക്തത വന്നിരിക്കുന്നു. പ്രത്യേകിച്ചും ഇതിനിടയിൽ ചികിത്സയിലായിരുന്ന ഡോക്ടർ ഹാരിസിനെ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് കണ്ട് പ്രശ്നങ്ങൾ സംസാരിച്ചു. ഹാരിസിന്റെ ചില പ്രസ്താവനകൾ സർക്കാരിനും ഒപ്പം ആരോഗ്യവകുപ്പിനും വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കി. അതുകൊണ്ട് തന്നെ ആണ് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെയായത് എന്ന് പറഞ്ഞു. ഒപ്പം ഡോക്ടർ ഹാരിസ് ആ വിഷയങ്ങളിൽ അദ്ദേഹം പുറത്തുവിട്ട കാര്യങ്ങളിലൊക്കെ ക്ഷമ പറയുകയും ചെയ്തു. ഒപ്പം ഇപ്പോൾ ഡോക്ടർ ഹാരിസ് പറയുന്നത് സ്വാഭാവികമായും ഇത്തരം തടസ്സങ്ങളുണ്ട്, അത് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇത് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചയല്ല, ചില ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന വീഴ്ച. അതായത് ബ്യൂറോക്രാറ്റുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് പറഞ്ഞു വരുന്നത്. എന്തായാലും സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിനോ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പുമായി ഒരു ഏറ്റുമുട്ടലിനോ താൻ തയ്യാറല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം പ്രശ്നങ്ങൾ എല്ലാം ഏകദേശം അവസാനിപ്പിച്ചതായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഇനി ഡോക്ടർ ഹാരിസ് തിറക്കലിനെതിരെ വലിയ തരത്തിലുള്ള അന്വേഷണം വേണ്ട, ഒപ്പം വകുപ്പ് തല നടപടികളും വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ വിവരം ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ ഡോക്ടർ ഹാരിസിനെ അറിയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ ഡോക്ടർ ഹാരിസ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇനി മാധ്യമങ്ങളെ കാണില്ല, വിവാദപരമായ പരാമർശങ്ങൾ താൻ നടത്തില്ല, പ്രത്യേകിച്ചും അത് പാടില്ല എന്ന് KGM-CTA തന്നെ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഇനി പൊതു ചർച്ചകൾക്ക് താൻ തയ്യാറല്ല എന്നും സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഏകദേശ ധാരണ ആരോഗ്യവകുപ്പിനും സർക്കാരിനും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. ഇനി ഒരു തുറന്നു പറച്ചിലും ഇല്ല എന്ന് തന്നെയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു വെക്കുന്നത്. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയിൽ ആർക്ക് വേണമെങ്കിലും പരിശോധന നടത്താം, അത് തന്റെ ഓഫീസ് മുറി മാത്രമാണ്. അവിടെ കണ്ടെത്തിയ സാധനങ്ങളെ കുറിച്ച് വ്യക്തമായി പറയാൻ കഴിയാതെ പോയത് പ്രിൻസിപ്പലിന് ആ ഉപകരണത്തെ കുറിച്ചുള്ള ഒരു വിവരം ലഭിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതൊരു കാര്യമായി കാണേണ്ട കാര്യമില്ല. ഒപ്പം ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ, അതായത് തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു സമവായത്തിന്റെ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരിക്കുന്നത്. അതേസമയം KGM-CTA ഇന്ന് അവരുടെ ആരോഗ്യവകുപ്പ് മന്ത്രി കണ്ടതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രധാനമായും പറഞ്ഞത്, ഡോക്ടർ ഹാരിസ് തിറക്കലിനെതിരെ നടക്കുന്ന ഈ അന്വേഷണം അവസാനിപ്പിക്കണം, വകുപ്പ് തല നടപടികൾ യാതൊരു കാരണവശവും പാടില്ല. അത്തരത്തിലൊരു വകുപ്പ് തല നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് മറ്റൊക്കെ നീങ്ങും എന്നൊരു സൂചന കൂടി അവർ നൽകുന്നുണ്ട്. ഒപ്പം ഈ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ആശുപത്രിയിൽ എത്തിക്കേണ്ട ആരോഗ്യവകുപ്പിന്റെ ചുമതലയാണ്. ഇതിനിടയിൽ ഇന്നലെ 2 ഡോക്ടർമാർ ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനവും അതിനൊപ്പം ഡോക്ടർ ഹാരിസിന് നേരെ കുറ്റം ആരോപിക്കുന്ന തരത്തിൽ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയതും അനുചിതമായി പോയി എന്നും KGM-CTA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ റസ്നരോ ബീഗം പറയുന്നു. അപ്പോൾ KGM-CTA ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ ഗൗരവത്തോടുകൂടി ഇടപെടുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് KGM-CTA സംസ്ഥാന പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. എന്തായാലും സർക്കാരും ഡോക്ടർമാരുമായി ഇനി ഒരു ഏറ്റുമുട്ടലിനില്ല, എല്ലാം സമവായത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ശരി, ഡി ബിനോയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.